നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന ഏതാനും കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം വരുന്നു. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാന തത്വങ്ങളിലൊന്നാണ് റെഡ്യൂസ്, റീസൈക്കിൾ, റീയൂസ്. അതായത് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, ഉപയോഗിച്ചത് പുനഃചംക്രമണം ചെയ്യുക, അത് പുതിയ ഉൽപ്പന്നങ്ങളാക്കി വീണ്ടും ഉപയോഗിക്കുക. ഈ തത്വങ്ങൾ അടിസ്ഥാനമാക്കി നമുക്ക് ചുറ്റും നടക്കുന്ന ചില നല്ല വാർത്തകളാണ് ഇന്നത്തെ പരിപാടിയിൽ. പുതിയ അധ്യയന വർഷം ഇങ്ങെത്തി. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾ തിങ്കളാഴ്ച തുറക്കും. പുതിയ അധ്യയന വർഷം എന്നാൽ പുതിയ ബാഗ്, പുതിയ ചെരുപ്പ്, പുതിയ കുട, അങ്ങനെ എല്ലാം പുതിയത് വേണം എന്നാഗ്രഹിക്കുന്നവരും അതൊരു അഭിമാനമായി കണ്ട് ചിലപ്പോൾ വാശി പിടിക്കുന്നവരുമാണ് നമ്മുടെ കുട്ടികൾ. എന്നാൽ ഈ തെറ്റായ അഭിമാനബോധത്തെ മാറ്റി പകരം കേടാകാത്ത പഴയ ബാഗും കുടയുമൊക്കെ പിന്നെയും ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് സമ്മാനം നൽകുന്ന ഒരു പദ്ധതിയുമായി എത്തിയിരിക്കുകയാണ് കോഴിക്കോട് ജില്ലാ ഭരണകൂടം. പുനരുപയോഗത്തിന്റെ സന്ദേശവുമായി ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ കോഴിക്കോട് ജില്ലാ ശുചിത്വ മിഷൻ റീയൂസ് ഹീറോസ്, ദ റിയൽ ഹീറോസ് ക്യാമ്പയിന് തുടക്കമിട്ടു. വിദ്യാർത്ഥികളിൽ പുനരുപയോഗശീലം വളർത്തുക, പ്രകൃതി വിഭവങ്ങളുടെ അമിതോപയോഗവും മാലിന്യ നിർമ്മാർജ്ജനവും ഉറപ്പുവരുത്തുക എന്നിവ ലക്ഷ്യമിട്ടാണ് ഈ ക്യാമ്പയിൻ റീയൂസ് ഹീറോസ്, ദ റിയൽ ഹീറോസ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. പഴയ വസ്തുക്കൾ പുനരുപയോഗിക്കുന്ന കുട്ടികളെ കണ്ടെത്തി അഭിനന്ദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും മറ്റുള്ളവരെ ഈ പാതയിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണ് ക്യാമ്പയിൻ. ക്യാമ്പയിന്റെ ഭാഗമായി പുനരുപയോഗ വസ്തുക്കളുമായി വിദ്യാലയങ്ങളിൽ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് എ പോസിറ്റീവ് സാക്ഷ്യപത്രം നൽകും. ഇതിനായി വിദ്യാർത്ഥികൾ വീണ്ടും ഉപയോഗിക്കുന്ന വസ്തുക്കളോടൊപ്പമുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. കൂടാതെ ഭാവിയിൽ ഈ ആശയത്തിന്റെ ഭാഗമാകും എന്നറിയിക്കുന്നവർക്ക് ബി പോസിറ്റീവ് എന്ന സാക്ഷ്യപത്രവും ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ ക്യാമ്പയിനിൽ പങ്കെടുപ്പിക്കുന്ന സ്കൂൾ, അധ്യാപകർ, മികവാർന്ന പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന വിദ്യാർത്ഥികൾ എന്നിവർക്കും പ്രത്യേക പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ ശുചിത്വ മിഷൻ കോഴിക്കോട് .in വെബ് പോർട്ടലിൽ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ആദ്യം പറഞ്ഞത് സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള സംരംഭമാണെങ്കിൽ കോളേജ് വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ടും കോഴിക്കോട് കോർപ്പറേഷനും ശുചിത്വ മിഷനും ചേർന്ന് മറ്റൊരു സംരംഭം ആരംഭിച്ചിട്ടുണ്ട്. പൊതുയിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന ശീലം മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വലിച്ചെറിയരുത് എന്ന തിരിച്ചറിവാണ് മാറ്റം ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ കോഴിക്കോട് ബീച്ച് കേന്ദ്രീകരിച്ചാണ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നടത്തുക. പൊതുജനങ്ങൾ കൂടുതലെത്തുന്ന ഒഴിവ് ദിവസങ്ങളിൽ 15 മുതൽ 20 വോളണ്ടിയർമാരെ വരെ ബീച്ചിൽ നിയോഗിക്കും. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അവരോട് സംസാരിച്ച് ബോധവൽക്കരണം നടത്തും. ബീച്ചിലെ എല്ലാ കടകൾക്ക് മുന്നിലും പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നുറപ്പാക്കും. ബിന്നുകൾ കൂടുതൽ ആവശ്യമുള്ള ഇടങ്ങളിൽ അവ സ്ഥാപിക്കാൻ നടപടിയെടുക്കും. മാലിന്യം കൃത്യമായി ബിന്നിൽ നിക്ഷേപിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേക സമ്മാനങ്ങൾ നൽകുകയും അവ ചിത്രീകരിച്ച് സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യും. ക്യാമ്പയിന്റെ ഭാഗമായി NSS സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ മെഗാ ക്ലീനിംഗ് യജ്ഞവും സംഘടിപ്പിക്കും. ജലം ഒരു അമൂല്യ ഊർജ്ജ സ്വത്താണെന്ന് പറയേണ്ടതില്ലല്ലോ. ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുകയും പരമാവധി ജലം പാഴാക്കാതെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് നമുക്ക് പിന്തുടരാൻ പറ്റുന്ന കാര്യം. അതായത് ജലം പരമാവധി പുനരുപയോഗം ചെയ്യുക. അത്തരത്തിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ് അഹമ്മദാബാദിലെ പശ്ചിമ റെയിൽവേയുടെ കീഴിലുള്ള കാങ്കരിയ കോച്ചിംഗ് ഡിപ്പോ. സമ്പൂർണ്ണ ജലനിഷ്പക്ഷത അഥവാ വാട്ടർ ന്യൂട്രാലിറ്റി എന്ന നാഴികക്കല്ലായ നേട്ടമാണ് ഈ ഡിപ്പോ കൈവരിച്ചിരിക്കുന്നത്. അതായത് കോച്ചുകൾ കഴുകുന്നതിലൂടെയും അറ്റകുറ്റപ്പണികളിലൂടെയും ഉണ്ടാകുന്ന മലിനജലം
ഈ ഡിപ്പോ ഏതാണ്ട് പൂർണ്ണമായും സംസ്കരിച്ച് പുനരുപയോഗിക്കുന്നു. ഇതിലൂടെ ശുദ്ധജലത്തിനായി പുറത്തുള്ള സ്രോതസ്സുകളെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാനാവും. ഇന്ത്യയിലെ ചുരുക്കം ചില വ്യവസായശാലകൾക്ക് മാത്രം അവകാശപ്പെടാനാവുന്ന വാട്ടർ ന്യൂട്രാലിറ്റി എന്ന നേട്ടമാണ് ഈ കോച്ച് ഡിപ്പോ കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ നിർണായക മുന്നേറ്റമാണ് ഇന്ത്യൻ റെയിൽവേ കാഴ്ചവച്ചിട്ടുള്ളത്. 2025 ഡിസംബറിലെ കണക്കുകൾ അനുസരിച്ച് റെയിൽവേ ശൃംഖലയിലുടനീളം ഏകദേശം 909 മെഗാവാട്ട് സൌരോർജ്ജ പ്ലാന്റുകളും 103 മെഗാവാട്ട് കാറ്റിൽ നിന്നുള്ള ഊർജ്ജ നിലയങ്ങളും കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം ഫലമായി 2025 ദേശീയ ഊർജ്ജ സംരക്ഷണ പുരസ്കാരങ്ങളിൽ 3 വിഭാഗങ്ങളിലായി 7 പുരസ്കാരങ്ങളാണ് ഇന്ത്യൻ റെയിൽവേ കരസ്ഥമാക്കിയത്. ഈ അവാർഡുകൾ കേവലം പ്രതീകാത്മകമല്ല, മറിച്ച് ഇന്ത്യയിലെ ഊർജ്ജ കാര്യക്ഷമതാ മേഖലയിലെ മാതൃകാ സ്ഥാപനമായി റെയിൽവേയെ അടയാളപ്പെടുത്തുന്നു. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പുനഃചംക്രമണം അഥവാ റീസൈക്കിൾ ചെയ്ത് ടീഷർട്ട് നിർമ്മിച്ച ഒരു കോളേജ് ക്യാമ്പസിന്റെ വാർത്തയാണ് ഇനി. മുംബൈയിലെ വിസ്ലിംഗ് വുഡ്സ് ഇന്റർനാഷണൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ തങ്ങളുടെ ക്യാമ്പസിൽ നിന്നും ശേഖരിച്ച 100 കിലോഗ്രാം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുനരുപയോഗിച്ച് ടീഷർട്ടുകളാക്കി മാറ്റി. ഈ ടീഷർട്ടുകൾ മുംബൈയിലെ ചേരി പ്രദേശങ്ങളിലെ കുട്ടികൾക്ക് ഒരു എൻജിഒയുടെ സഹായത്തോടെ വിതരണം ചെയ്തു. 2024 ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഖ്വാബ് എന്ന സാമൂഹ്യ പ്രതിബദ്ധതാ പദ്ധതി CSR പ്രോഗ്രാമിന്റെ ഭാഗമായി ഈ പ്ലാസ്റ്റിക് സമാഹരണം ആരംഭിച്ചത്. ക്യാമ്പസിൽ പ്രത്യേക ബിന്നുകൾ സ്ഥാപിച്ച് വിദ്യാർത്ഥികളും ഹൌസ് കീപ്പിംഗ് ജീവനക്കാരും ചേർന്നാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ച് ശേഖരിച്ചത്. ഇത് ഏകദേശം 100 കിലോഗ്രാം പ്ലാസ്റ്റിക് മാലിന്യമായപ്പോൾ മുംബൈ ആസ്ഥാനമായുള്ള ഒരു ക്രിയേറ്റീവ് ഏജൻസിക്ക് കൈമാറി. അവർ ഈ പ്ലാസ്റ്റിക് വൃത്തിയാക്കി ചെറുതായി മുറിച്ച് നൂൽ രൂപത്തിലാക്കി അതിൽ നിന്ന് ടീഷർട്ട് നിർമ്മിച്ചു. ഇതിലൂടെ മനോഹരമായ 50 ടീഷർട്ടുകളാണ് അവർക്ക് നിർമ്മിക്കാൻ സാധിച്ചത്. ചേരി പ്രദേശത്തെ പാവപ്പെട്ട കുട്ടികൾക്ക് നൽകുന്നതിലൂടെ അത് പരിസ്ഥിതി സംരക്ഷണത്തിനൊപ്പം ജീവകാരുണ്യത്തിന്റെ മറ്റൊരു നേട്ടവുമായി. ഗാസയിലെ പൊടിപടലങ്ങൾക്കിടയിൽ പിറന്ന പ്രതീക്ഷയുടെ ഒരു കഥയാണ് ഇനി. ഇസ്രായേൽ ബോംബാക്രമണത്തിൽ സ്വന്തം വീട് തകർന്നതോടെ ടെന്റിൽ കഴിയേണ്ടി വന്ന 2 സഹോദരിമാർ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു കണ്ടുപിടുത്തവുമായി ലോകത്തിന്റെ ശ്രദ്ധ നേടിയിരിക്കുന്നു. 17ഉം 15ഉം വയസ്സുള്ള സഹോദരിമാരായ തലക് മൂസയും ഫറ മൂസയും. തുടർച്ചയായ ബോംബാക്രമണങ്ങളിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾ പലർക്കും നാശത്തിന്റെ അടയാളമായപ്പോൾ തലത്തിനും ഫറയ്ക്കും അത് പുനർനിർമ്മാണത്തിന്റെ അവസരമായിരുന്നു. തകർന്ന കെട്ടിടങ്ങളിലെ അവശിഷ്ടങ്ങൾ പൊടിച്ചും അരിച്ചും മണ്ണ്, ചാരം, ഗ്ലാസ് പൌഡർ എന്നിവ ചേർത്തും പുതിയ ബ്ലോക്കുകൾ നിർമ്മിക്കുന്ന സാങ്കേതിക വിദ്യയാണ് അവർ വികസിപ്പിച്ചത്. ഈ നിർമ്മാണ ബ്ലോക്കുകൾ പൂന്തോട്ടങ്ങൾ, നടപ്പാതകൾ, പാർട്ടീഷനുകൾ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലായിരുന്നു. ഈ ആശയത്തിലൂടെ ഈ വർഷത്തെ എർത്ത് പ്രൈസ് എന്ന ആഗോള പരിസ്ഥിതി മത്സരത്തിൽ ഇവർ പശ്ചിമേഷ്യയിൽ നിന്നുള്ള വിജയികളായി മാറി. ബോംബുകൾക്ക് ഈ പെൺകുട്ടികളുടെ വീട് എന്ന സുരക്ഷയെ കവർന്നെടുക്കാൻ കഴിഞ്ഞെങ്കിലും സ്വപ്നങ്ങളെ കവരാനായിട്ടില്ല. ഗാസയുടെ ചാരക്കൂമ്പാരങ്ങളിൽ നിന്ന് അവർ പണിയുന്നത് പുതിയ ആകാശമാണ്. സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞ അതിജീവനത്തിന്റെ ആകാശം. നല്ല വാർത്ത. ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം nallavaartha@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലമി ജി നായർ. അവതരണം ലിൻസ സിറാജ്. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ.